അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. യാസി വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്നും നിലയായിട്ട് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കോഴിക്കോട് സ്വദേശി ദീപക്കിൻ്റെ ആത്മഹത്യ, ഷിംജിത മുസ്തഫ എന്ന പെണ്ണിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതിനാൽ തന്നെ ആദ്യം ഷിംജിത മുസ്തഫയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. അപ്പോൾ അവൾ പറഞ്ഞത്, റാസ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഞാൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു വീഡിയോ എടുത്ത് ആ ഒരു കള്ളത്തരത്തിൻ്റെ മേൽ ഉറച്ചു നിൽക്കുകയാണ് അവർ ചെയ്തത്. അതിനാൽ തന്നെ പോലീസ് CCTV ക്യാമറ നിരീക്ഷിച്ചു. KSRTCയിലെ CCTV ക്യാമറ നിരീക്ഷിച്ചപ്പോൾ പോലീസിന് വ്യക്തമായി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. 10 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയും പിന്നെ സ്വത്തുവകകൾ കണ്ടുകെട്ടണമെന്നാണ് കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. സമൂഹമാധ്യമത്തിലെ ലൈംഗിക ആരോപണത്തിന് പിന്നാലെ കോഴിക്കോട് സ്വദേശി ജീവനൊടുക്കിയതിൽ കേസെടുത്തതോടെ യുവതി ഒളിവിൽ പോയതായി സൂചന. വടകര സ്വദേശി ഷിംജിതയെ ഉടൻ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനാണ് നീക്കം. യുവതിയുടെ ഫോണും പരിശോധിക്കും. ദീപകിന്റെ മാതാവ് ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പരാതിക്ക് പിന്നാലെ ഇന്നലെയാണ് യുവതിക്കെതിരെ ജാമ്യമില്ലാ കുറ്റം ചുമത്തി കേസെടുത്തത്. അതൊരു ചീത്ത സമയത്ത് കുട്ടി എന്നെ കുട്ടിക്ക് താങ്ങാൻ പറ്റിണ്ടാവില്ല. ആരാന്ന് എനിക്ക് പറയാം. എന്റെ കുട്ടിക്ക് ഇത് താങ്ങാൻ പറ്റില്ല. അതാണ് എന്റെ കുട്ടി എന്റെ മുഖം ഓർമ്മ. എന്നാൽ നമുക്കറിയാൻ കഴിഞ്ഞത്, ഇപ്പോൾ അവൾ അവരുടെ വാസസ്ഥലമായിട്ടുള്ള ബാലുശ്ശേരിയിൽ നിന്ന് ദുബായിലേക്ക് നീങ്ങിയിട്ടുണ്ട് എന്നതാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ ദുബായിലേക്ക് മുങ്ങിയിട്ടുണ്ട്. ഒരു വ്യക്തിയുടെ ജീവൻ കളഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ തരംഗം സൃഷ്ടിക്കാൻ നോക്കിയ ഒരു ലേഡിയാണ് ഷിംജിത മുസ്തഫ എന്നത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ വാർത്താ മാധ്യമങ്ങളിലൂടെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. തനിക്ക് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തിയുടെ, ഒരു കുടുംബത്തിൻ്റെ നാഥനെയാണ് നഷ്ടപ്പെടുത്തിയത്. എല്ലാവരുടെയും ചിന്ത സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് കോടതിയാണ്. കാരണം സോഷ്യൽ മീഡിയയിൽ നമ്മൾ ചെയ്യുന്ന എല്ലാം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ അതെല്ലാം സ്വീകരിക്കും എന്നതാണ് ഇപ്പോഴുള്ള ആളുകളുടെ കാഴ്ചപ്പാട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും തന്നെ ഒന്നും ചെയ്യില്ല, ഒന്നും പിടിക്കില്ല എന്ന ഒരു തോന്നലിന്റെ വിചാരണത്തിന്റെ പുറത്താണ് അവൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. നിങ്ങൾക്കറിയോ ഈ യഥാർത്ഥ വീഡിയോയുടെ രൂപം എന്താണെന്ന്? ഈ വീഡിയോ എഡിറ്റ് ചെയ്താണ് എടുത്തിട്ടുള്ളത്. ദീപക് എന്ന വ്യക്തി, അദ്ദേഹം പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സംഭവം അരങ്ങേറുന്നത്. അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് KSRTC ബസ്സിൽ കയറി വീട്ടിലേക്ക് പോകുന്ന മധ്യേ ഇറങ്ങുന്ന ഇടവേളയിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. എന്നാൽ യഥാർത്ഥ വീഡിയോയിൽ ബസ്സിൽ നല്ല തിരക്കുള്ളതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. രണ്ടാമത്തെ വീഡിയോയിൽ ബസ്സിൽ തിരക്ക് വളരെ കുറവാണ്. ആ തിരക്ക് കുറവുള്ള സാഹചര്യത്തിൽ ഇവൾക്ക് അവിടെ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് ആ വീഡിയോയിൽ കണ്ടാൽ അറിയാം. എന്നാൽ മനഃപൂർവ്വം അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് ഇവളുടെ മാറിടം മുട്ടിക്കുകയാണ് ചെയ്തത് എന്നത് ആ വീഡിയോയിൽ കണ്ടാൽ അറിയാം. ആണെന്നുള്ളത്
എന്നെ പോലെ നിങ്ങളെ പോലുള്ള എല്ലാവർക്കും ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. എന്നാൽ ഇവൾ അത് എഡിറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിനെ കുറ്റക്കാരനാക്കി സമൂഹ മാധ്യമങ്ങളിൽ ചിത്രീകരിക്കുക എന്നൊരു ലക്ഷ്യമിട്ടുകൊണ്ടാണ് അങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത്. പിന്നെ അതിനുശേഷം അവൾ ഇതിന് വിപരീതമായിട്ട്, ഇതിന് റിയാക്ഷനായിട്ട് രണ്ടാമതൊരു വീഡിയോ ചെയ്തു. ആ രണ്ടാമത്തെ വീഡിയോ ആണ് അദ്ദേഹത്തെ മരണക്കുരുക്കിലേക്ക് നയിച്ചത്. ആത്മഹത്യ പ്രേരണയിലേക്ക് മനം നൊന്ത് അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ചത് ആ രണ്ടാമത്തെ വീഡിയോ ആണ്. ആ രണ്ടാമത്തെ വീഡിയോയിൽ അവൾ അദ്ദേഹത്തെ കുറ്റക്കാരനാക്കി, അയാളെ മോശമാക്കി ചിത്രീകരിക്കുന്ന ഒരു വീഡിയോ ആണ്. അതും കൊണ്ടാണ് എന്താണെന്ന് വെച്ചാലേ, ഞാൻ ഈ ഫസ്റ്റ് എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിക്കുള്ള ഡിസ്റ്റർബൻസ് കണ്ടിട്ട് എൻ്റെ ഫോണിൽ വീഡിയോ ഓണാക്കി ഇങ്ങനെ പിടിച്ചു. ഈ വീഡിയോ ഓണാക്കിയത് അയാൾ കണ്ടിട്ടുണ്ട്. അയാളത് കണ്ടുകൊണ്ടിരിക്കെ തന്നെ അയാൾ കുറച്ചു നേരം അങ്ങനെ നിന്നു, കുഴപ്പമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാളത് പിന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത്? വീഡിയോ എടുത്താലും എനിക്ക് പ്രശ്നമില്ല, എങ്ങനെയായാലും പ്രശ്നമില്ല, ഞാൻ ചെയ്യാനുള്ളത് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളത്. ഇത് കാണിക്കുന്നത് ഇയാൾ ഇതൊരു പാറ്റേൺ ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ബിഹേവിയറിൽ നല്ല പ്രശ്നമുണ്ട്. കുറ്റം പറയുന്ന അയാള് അവളെ ഭാഗത്ത് ഒരു കുറ്റവും ഒരു ഇതും ഇല്ല, അവരുടെ ഭാഗത്ത് ഒരു കുറ്റവും ഒരു ഇതുമില്ല. കാരണം എല്ലാം അയാളെ ഭാഗത്താണ് തെറ്റ്, അയാളെ ഭാഗത്താണ് കുറ്റം എന്നുള്ള രീതിയിൽ ചിത്രീകരിക്കുന്ന ആ വീഡിയോയുടെ പുറത്താണ് അദ്ദേഹം മനം നൊന്ത് ആത്മഹത്യ ചെയ്തത്. അതിനാൽ തന്നെ ഇങ്ങനെയുള്ള ലൈംഗിക ആരോപണങ്ങൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥ വീഡിയോ എന്താണെന്നുള്ളത് നമ്മളെല്ലാം മനസ്സിലാക്കിയിരിക്കണം. അദ്ദേഹത്തിനെ നമ്മൾ പോലുള്ള കുറേ ആളുകൾ കുറ്റം പറഞ്ഞും മോശപ്പെടുത്തിയും ഒക്കെ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇന്ന് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞത്. അതും മനം നൊന്താണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. ആളുകൾ പറയുന്നത് കേട്ടു നോക്കൂ. ചുമ്മാ ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് അത്ര നന്നായിട്ട് തോന്നിയില്ല. ആ വീഡിയോ കണ്ടപ്പോഴത്തേനും ആ ചേച്ചിയുടെ ഭാഗത്ത് മിസ്റ്റേക്കാണ്. അവർ ഷൂട്ട് ചെയ്യുന്നുണ്ട്, അവർ നിന്ന സൈഡിൽ നിന്ന് തിരിഞ്ഞൊക്കെ നിൽക്കുന്നത് ഞാൻ കണ്ടതാ. ചുമ്മാ എന്തെങ്കിലും അവർക്ക് റീച്ച് കിട്ടാനായിരിക്കാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്പോട്ടിൽ റിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ തൊട്ടടുത്തിരുന്ന് ആരെങ്കിലും പറയാനെങ്കിലും നോക്കാം. അല്ലാണ്ട് ഇങ്ങനെ കാണിച്ച് ഒരാളുടെ ലൈഫ് സ്പോയിൽ ചെയ്യാനേക്കാളും ഓൺ ദി സ്പോട്ട് റിയാക്ട് ചെയ്യാം. അത് അവരുടെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്ക്. പുള്ളി തിരിച്ച് റിയാക്ട് ചെയ്താൽ മതിയായിരുന്നു, ആത്മഹത്യ ചെയ്യേണ്ട ഒരു കാര്യമില്ലായിരുന്നു. പുള്ളി തിരിച്ച് റിയാക്ട് ചെയ്തിരുന്നെങ്കിൽ സ്ട്രോങ് ആയിട്ട് പുള്ളിയുടെ കൂടെ നിന്ന് നമുക്ക് സോഷ്യൽ മീഡിയയിൽ നമുക്ക് പുള്ളിക്ക് വേണ്ടി നമുക്ക് വർക്ക് ചെയ്യാമായിരുന്നു. പുള്ളിക്ക് മനസ്സിന് താങ്ങി കാണൂല, ചിലപ്പോൾ പുള്ളി ചെയ്ത് കാണത്തില്ല തെറ്റ്, അതുകൊണ്ടായിരിക്കാം പുള്ളി ആത്മഹത്യ ചെയ്തത്. പൊതുജനങ്ങൾ പറയുന്നെന്താ, അവൾ മനഃപൂർവ്വം ചെയ്തതാണെന്നാ. അവൾക്ക് റീച്ചിന് വേണ്ടിയിട്ട്, മറ്റുള്ളവർക്ക് റീത്താണെങ്കിലും അവൾക്ക് റീച്ച് വേണം. അപ്പോൾ റീച്ചിന് വേണ്ടിയിട്ട് ഒരു കുടുംബത്തിന്റെ അനാഥനെ ഇല്ലാതാക്കിയിട്ട് റീച്ച് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഒരിക്കലും എന്നെ പോലെ നിങ്ങളെ പോലുള്ള ആളുകൾക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. കാരണം നമുക്ക് ഇനിയൊരു ദീപക്കിനെ ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുമോ? ഇല്ല. ആ അമ്മയുടെ കരച്ചിൽ നിങ്ങൾ കേട്ടോ? ആ വാർത്തയിലെ ആ അമ്മയുടെ കരച്ചിൽ നമുക്ക് സഹിക്കാൻ പോലും കഴിയില്ല. മനസ്സിലായോ? ആ ദീപക് എന്ന വ്യക്തി ഭാര്യയുമായിട്ട് ഡിവൈസ് ചെയ്ത് വേർപിരിഞ്ഞിരിക്കുകയാണെങ്കിൽ പോലും അപ്പോൾ പോലും അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യാൻ തോന്നാത്ത ഒരു പ്രേരണ തോന്നിയിട്ടുണ്ടെങ്കിൽ ഇവളുടെ കുറ്റപ്പെടുത്തലും അതുപോലെ തന്നെ കുറ്റം പറച്ചിലും അയാളെ നിസ്സഹായകനാക്കുന്ന, അയാളെ മോശപ്പെടുത്തുന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ആകെ അദ്ദേഹത്തിനെ ചിത്രീകരിച്ചത് കൊണ്ടാണ് അദ്ദേഹം ഇന്ന് ആത്മഹത്യ ചെയ്തത്. കൂടാതെ അദ്ദേഹത്തിന്റെ ആ വീഡിയോ പോസ്റ്റ് ചെയ്ത സമയത്ത് ഇവളൊന്ന് ബ്ലർ ചെയ്തിട്ടുണ്ടെങ്കിൽ, അദ്ദേഹത്തിന്റെ ആ ഒരു മുഖം ബ്ലർ ചെയ്തിരിക്കുന്നെങ്കിൽ ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹത്തിന്റെ ചിത്രം പടരില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ ചിത്രം പടർന്നത് ഇവൾക്ക് റീച്ച് കിട്ടുക എന്ന ലക്ഷ്യത്തോടു കൂടി സെൽഫി എടുത്തുകൊണ്ടാണ് അവൾ എന്ത് ചെയ്തത്, അത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത്. അതിന്റെ ഒരൊറ്റ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് മനംതൊന്ത് അതാണെന്താ, സഹിക്കാൻ കഴിയാതെ, മനസ്സിന് ആ ഒരു ശക്തി അദ്ദേഹത്തിന് ആർജിച്ചെടുക്കാൻ കഴിയാതെ അദ്ദേഹം കുരുക്ക് തൂങ്ങിയത് അതുകൊണ്ടാണ്. അതുകൊണ്ട് ആർക്കാണ് നഷ്ടമായത്? ആ കുടുംബത്തിനാണ് നഷ്ടമായത്. ആ കുടുംബത്തിന് അനാഥായ തൻ്റെ മകനാണ്.
ആ കുടുംബത്തെ നല്ലതുപോലെ പരിപാലിക്കേണ്ട എത്ര ആഗ്രഹം ഉണ്ടാവും അദ്ദേഹത്തിന് അല്ലേ? തൻ്റെ അമ്മയെയും അച്ഛനെയും എല്ലാം നല്ലതുപോലെ നോക്കി സന്തോഷകരമായി ജീവിക്കാൻ എത്ര കൊതിച്ചിട്ടുണ്ടാവും അദ്ദേഹം. അദ്ദേഹത്തിന്റെ ജീവിതം നശിപ്പിച്ചത് ഷിംജിത മുസ്തഫ എന്ന ഈ കുറ്റവാളിയാണ്, ഈ കൊടും കൂരവാളിയാണ്. അദ്ദേഹത്തിന്റെ നാട്ടുകാരനെ ഇവളെ കുറിച്ചുള്ള മധുകൾ പറയുന്നത് കേട്ടാൽ നമുക്ക് മനസ്സിലാവും എത്രത്തോളം പോരിശയുണ്ട്. ഒരു നാള് ഇവള് വടകരയില് 5 വർഷം പഞ്ചായത്ത് ഇലക്ഷനിൽ പഞ്ചായത്ത് ഭരിച്ച ആളാണ്, പൊതുപ്രവർത്തകയാണ്. അങ്ങനെയുള്ള ഒരാളാണ്, ജനങ്ങളെ സേവിക്കേണ്ട ഒരു വ്യക്തിയാണ് ഒരു വ്യക്തിയുടെ ജീവൻ അപഹരിച്ചത്. അത് നിങ്ങൾ മനസ്സിലാക്കണം, മനസ്സിലായില്ലേ? സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഇവളെ പോലെയുള്ള ആളുകൾക്ക് അഴിഞ്ഞാടുന്നുള്ള ഒരു പ്ലാറ്റ്ഫോം ആണെന്നാണ് ഇവളെയൊക്കെ വിചാരം. അതിനാൽ തന്നെ തക്കതായ ശിക്ഷ, 10 വർഷം തടവല്ല നമ്മൾ കൊടുക്കേണ്ടത്. 10 വർഷം തടവൊന്നും ഇവൾക്ക് ഒന്നുമല്ല. കാരണം ഇനിയെങ്കിലും ഇതുപോലുള്ള വ്യക്തികൾ രംഗത്ത് വരരുത്, മനസ്സിലായില്ലേ? നമ്മൾ പുരുഷന്മാരെന്ന് പറയുന്നത് ഇവരുടെയൊക്കെ വിചാരം പാവകളാണ് എന്ന ആ ഒരു തോന്നല് ഇനി ഉണ്ടാവാൻ പാടില്ല. നമ്മൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും, എന്നെ പോലുള്ള ആളുകൾ എല്ലാവരും സ്ത്രീകളുടെ അവകാശത്തിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ അവരുടെ സംരക്ഷണത്തിനൊക്കെ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നതും അതുപോലെ തന്നെ മുന്നോട്ട് ഇറങ്ങുന്ന ആളുകളുമാണ്. ഇപ്പൊ ബസ്സിൽ തന്നെ എത്രത്തോളം സംവരണമാണ് സ്ത്രീകൾക്ക് ഒരുക്കിയിട്ടുള്ളത്. അവർക്ക് അതുപോലെ തന്നെ പീഡന ശ്രമങ്ങളും ലൈംഗിക അതിക്രമങ്ങളും ഒക്കെ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അതിനെല്ലാം നമ്മൾ പ്രതികരിച്ചിട്ടുണ്ട്. അതിനെല്ലാം സ്ത്രീകൾ വരുന്നതിന് മുമ്പ് ആദ്യം വരുന്നത് ആരാ? പുരുഷന്മാരാണ് എന്താണ് ഇവർക്കെതിരെ സംസാരിക്കുന്നത്. അങ്ങനത്തെ ഞരമ്പ് രോഗികളും ഉണ്ട് എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും കാണാൻ സാധിക്കും. ഇതിനു മുമ്പ് വാർത്താ മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടതും അതുപോലെ തന്നെ കുറെ ആളുകളെ പിടിച്ചു കെട്ടിയതൊക്കെ തന്നെയാണ്. പക്ഷെ എങ്കിൽ പോലും നിസ്സഹാരായിട്ടുള്ള, നിഷ്കളങ്കരായിട്ടുള്ള ഇതുപോലുള്ള പാവങ്ങളുടെ ജീവിതം തകർത്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ തരംഗം സൃഷ്ടിക്കാൻ നോക്കരുത്. കാരണം ആ അമ്മയുടെ ശാപം ഇവള് എവിടെ കൊണ്ടേ തീർക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആ അമ്മയുടെ ശാപം, ആ അമ്മയുടെ അച്ഛന്റെയും ശാപം ഇവള് എവിടെ കൊണ്ടേ തീർക്കും? മുത്തിനറിഞ്ഞൂടെ നമ്മക്ക് നിക്കാൻ കഴിയില്ലാണ്. ഇന്റെ മുത്തില്ലാതെ ജീവിക്കാൻ കഴിയില്ല നമുക്ക് അറിഞ്ഞൂടെ. എന്റെ കുട്ടീന്റെ മുഖത്തെ മാറിപ്പോയല്ലോ. എന്തിനു ബാബേജ് ചെയ്തത്? എന്തിനമ്മ ചെയ്തത്? എന്തിനു സ്വപ്നത്തിൽ ചെയ്തത്? അമ്മ നിക്കണത് സമാധാനത്തിലാണ്. നിന്നെ കൊണ്ട് പോണം മോനെ. അമ്മന്റെ കുട്ടി അയ്യോ എന്റെ കുട്ടി പോ. എങ്ങനെ ആ ശാപം തീർക്കാൻ സാധിക്കും? 1 ലക്ഷം രൂപ കൊടുത്തു, അല്ലെങ്കിൽ 1 കോടി രൂപ കൊടുത്തു, തന്റെ മകനെ തിരിച്ചു കിട്ടുമോ? ദീപക് എന്ന വ്യക്തിയെ നമുക്ക് തിരിച്ചു കൊടുക്കാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന ആളുകൾ നിങ്ങൾ പരമാവധി ഇത് ഷെയർ ചെയ്യാൻ വേണ്ടി സാധിക്കണം. പ്രവാസികൾ ദുബായിലേക്കാണ് ഇവൾ കടന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് വാർത്ത അറിയാൻ സാധിച്ചത്. ഇന്നലെ രാത്രിയിലാണ് ഇവർക്കെതിരെ എഫ്ഐആർ ഇട്ടിരിക്കുന്നത്. അതായത് നേരത്തെ ഈ സംഭവത്തിൽ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അസ്വാഭാവിക മരണത്തിലായിരുന്നു കേസെടുത്തതെങ്കിൽ പിന്നീട് അത് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി ഷിംജിതയെ പ്രതി ചേർത്തുകൊണ്ട് ഇന്നലെ രാത്രി പോലീസ് കേസെടുക്കുന്നു. അതിനുശേഷമാണ് ഇവർ പിന്നീട് ഒളിവിൽ പോയത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്ന ഒരു വിവരം. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് ഈ ദൃശ്യങ്ങളാണ്. അതായത് ഇവർ ഈ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ദൃശ്യങ്ങളുണ്ട്. ആ ദൃശ്യങ്ങളടക്കം പോലീസിന് വീണ്ടെടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഇവരുടെ മൊബൈൽ കസ്റ്റഡി എടുക്കണം. ഒപ്പം സൈബർ പോലീസിന് സഹായം കൂടി ഇപ്പോൾ പോലീസ് തേടിയിരിക്കുന്നു. അത് നേരത്തെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ 2 വീഡിയോകൾ ഇവർ അപ്ലോഡ് ചെയ്തിരുന്നു. ആ 2 വീഡിയോയും പോലീസ് വീണ്ടെടുക്കാനുള്ള ശ്രമം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ അതൊക്കെ എഡിറ്റ് ചെയ്ത വീഡിയോകളാണ് ഇത്തരത്തിൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ അപ്ലോഡ് ചെയ്തത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒറിജിനൽ വീഡിയോ പോലീസിന് ലഭിക്കേണ്ടതുണ്ട്. അതാണ് ഈ കേസിൽ നിർണായകമാവുക എന്നുള്ള കാര്യം പറയുന്നു. മറ്റൊരു ഘടകം എന്ന് പറയുന്നത് ഈ സംഭവത്തിന് ആസ്പദമാക്കിയിട്ടുള്ള കാര്യങ്ങൾ നടന്നത് പയ്യന്നൂരിലാണ്. അതായത് പയ്യന്നൂർ പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. വെള്ളിയാഴ്ചയാണ് നടക്കുന്നത്. ആ ബസ്സിൽ, അതായത് ഇവർ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്ന ബസ്സിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് ഇപ്പോൾ ശേഖരിച്ചിട്ടുണ്ട്. അത് വിശദമായി തന്നെ പരിശോധിക്കാനാണ് പോലീസിന്റെ തീരുമാനം. അതായത് ഈ 2 പേരും ബസ്സിൽ കയറിയത് മുതൽ ഇറങ്ങിയത് വരെയുള്ള സംഭവവികാസങ്ങളാണ് പോലീസ് പ്രധാനമായിട്ടും ഇതിൽ പരിശോധിക്കുക. അതുകൊണ്ട് തന്നെ ദുബായിലെ പ്രവാസികളെല്ലാം ഒറ്റക്കെട്ടായിട്ട് ഇവളെ തീർച്ചയായിട്ടും ഇങ്ങോട്ട് തന്നെ അടിച്ചു ഓടിക്കും. എങ്കിൽ പോലും നിങ്ങളിൽ ആരെങ്കിലും ഈ ഷിംജിത മുസ്തഫ എന്ന ഈ കുറ്റവാളിയെ, ഈ
ക്രൂര എന്താ പറയാ കുറ്റവാളിയെ നിങ്ങൾ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും പോലീസിൽ നിങ്ങൾ അറിയിക്കണം എന്നതാണ് ഈ അവസരത്തിൽ എനിക്ക് നിങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ളത്. അത് മാത്രമേ ഇപ്പോൾ നമുക്ക് ആ കുടുംബത്തിന് വേണ്ടി ചെയ്തു കൊടുക്കാൻ പറ്റുകയുള്ളൂ. കാരണം നമ്മളും എല്ലാവരും കൂടിയാണ് അദ്ദേഹത്തിനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത്. കാരണം ഞാൻ അത് പറയാൻ കാരണം ഇവളുടെ ഒരു വീഡിയോ വന്ന സമയത്ത് നമ്മളെല്ലാം കണ്ട് സ്കിപ്പ് ചെയ്ത് കളഞ്ഞ ആളുകളാണ്. പക്ഷേ അദ്ദേഹം ആത്മഹത്യയിലേക്ക് പോകും അല്ലെങ്കിൽ മരണത്തിലേക്ക് പോകുമെന്നത് നമ്മൾ ചിന്തിക്കാത്തൊരു വസ്തുതയാണ്. പക്ഷേ ഇവളുടെ ഈ ന്യായീകരണ വീഡിയോ രണ്ടാമത് ഉള്ള 2.25 സെക്കൻഡ് ദൈർഘ്യമുള്ള ഈ ഒരു ന്യായീകരണ വീഡിയോയുടെ പുറത്താണ് അദ്ദേഹം മനം നൊന്ത് ആത്മഹത്യ ചെയ്തത്. അതുകൊണ്ട് തന്നെ മലയാളികളായിട്ടുള്ള നമ്മളെല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് ഇതിനെതിരെ പോരാടിക്കൊണ്ട് തീർച്ചയായിട്ടും അവളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യണം. കാരണം ഈ ഒരു ശിക്ഷ അവൾക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ ഇനിയും ഇതുപോലുള്ള അതിക്രമങ്ങൾ തുടരുമെന്നത് നമുക്ക് ഈ ഒരു വീഡിയോയിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. നാളെ ഞാനോ നിങ്ങളോ ഒക്കെ ആയിരിക്കും ഇതുപോലെയുള്ള ഇരകൾക്ക് അല്ലെങ്കിൽ ഇതുപോലെയുള്ള കുറ്റവാളികൾക്ക് ഇരയായി തീരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ മക്കളിൽ ആരെങ്കിലും ഒരാൾ ചിലപ്പോൾ ഇതുപോലെയുള്ള സംഭവങ്ങളിൽ പെട്ടേക്കാം. കാരണം നിഷ്കളങ്കരായിട്ടുള്ള പാവങ്ങളായിട്ടുള്ള കുറേ ആളുകളുണ്ട്. അവരെല്ലാം ഇതുപോലെയുള്ള വലയിൽ നാളെ പെട്ടേക്കാം. അതിന് തീർച്ചയായിട്ടും നമ്മൾ പോലെയുള്ള ആളുകൾ പ്രതികരിച്ചുകൊണ്ട് അവളെ എവിടെ കാണുകയാണെങ്കിലും പോലീസിൽ അറിയിച്ചുകൊണ്ട് അവളെ നിയമത്തെ മുന്നിൽ കൊണ്ടുവന്നുകൊണ്ട് അവൾക്ക് തക്കതായ ശിക്ഷ നമ്മൾ വാങ്ങിക്കൊടുക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാവണം. അതുകൊണ്ട് തന്നെ കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുള്ളത് 10 ലക്ഷം രൂപ പിഴയും പിന്നെ അതുപോലെ തന്നെ 1 കോടി രൂപ 10 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയും പിന്നെ സ്വത്തുവക കണ്ടുകെട്ടണമെന്നാണ്. അപ്പോൾ ഇത്രത്തോളം അധ്വാനിച്ച ആ വീടും സ്ഥലവും ഒക്കെ പണയം വെക്കേണ്ട അവസ്ഥയിലേക്കാണ് വരുന്നത്. ഇത്രത്തോളം നമ്മൾ അവരോട് ചെയ്തിട്ടില്ലെങ്കിൽ ആ കുടുംബത്തിന് ഒരു എന്താ പറയാ നമ്മളൊരു നീതി വാങ്ങിക്കൊടുക്കാത്തൊരവസ്ഥയാവും. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ആ കുടുംബത്തിന് വേണ്ടി നീതി വാങ്ങിക്കൊടുക്കാൻ വേണ്ടി കഴിയുന്ന അറ്റം വരെ നമ്മൾ പരിശ്രമിക്കണം, പൊരുതണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്. അവള് വീഡിയോ വൈറലാക്കിയതിന്റെ ശേഷം അവൾ വടകര പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞത് തെറ്റായ അവതരണമാണ്, അല്ലെങ്കിൽ തെറ്റായ ഒരു നുണപ്പറച്ചിലാണ്. പോലീസ് പറഞ്ഞത് അങ്ങനെ ഒരു പരാതി ഇവിടെ ലഭിച്ചിട്ടില്ല, അങ്ങനെ ഒരു പരാതി പറഞ്ഞിട്ടില്ല എന്നാണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവളെ മനസ്സിൽ എത്രത്തോളം കളവുണ്ട്, കാപട്യമുണ്ട് എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തന്റെ റീച്ചിന് വേണ്ടിയിട്ട് ഒരാളെ കൊന്നിട്ടാണെങ്കിൽ പോലും എനിക്ക് റീച്ച് ഉണ്ടാക്കിയെടുക്കണം എന്നതാണ് അവളുടെ ഉദ്ദേശമെങ്കിൽ അവൾ വിജയിച്ചു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ മലയാളികളായിട്ടുള്ള നമ്മളെ പോലെ എല്ലാവരും രംഗത്ത് വന്നുകൊണ്ട് ഇവൾക്കെതിരെ പ്രതിഷേധിക്കുകയും തീർച്ചയായിട്ടും കണ്ടു കിട്ടുന്നവർ ആരാണോ കാണുന്നത് അവർ പോലീസിൽ അറിയിച്ചുകൊണ്ട് ഇവളെ നിയമത്തിൽ മുന്നിൽ കൊണ്ടുവന്നുകൊണ്ട് തക്കതായ ശിക്ഷ കൊടുക്കണമെന്നതാണ് ഈ അവസരത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത്. എല്ലാ സ്ത്രീകളും രംഗത്ത് വന്നുകൊണ്ട് ഇവൾക്ക് എതിരെ റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്? ഇവളെ കയ്യിലിരിപ്പ് കൊണ്ടാണ്. ഇവളെ ഭർത്താവ് ഉപേക്ഷിച്ചു പോയി എന്നതൊക്കെയാണ് വാർത്തകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ മനസ്സിലിരിപ്പ് ഇങ്ങനെ ആയി കഴിഞ്ഞാൽ എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും? കാരണം റീച്ചിന് വേണ്ടിയിട്ട് ഒരാളെ കൊന്നിട്ടാണെങ്കിലും അല്ലെങ്കിൽ മറ്റൊരാളെ അപകീർത്തിപ്പെടുത്തിയിട്ടാണെങ്കിലും തനിക്ക് സമൂഹ മാധ്യമങ്ങളിൽ പ്രശസ്തി നേടണം എന്നുള്ള ആ ഒരു വിചാരം, ആ ഒരു മനസ്സിലുള്ള തോട്ട്, അങ്ങനെയുള്ള ആ ഒരു ചിന്താഗതി മനസ്സിൽ നിന്ന് ഉടലെടുക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതിനെ അംഗീകരിക്കാനോ അല്ലെങ്കിൽ നമുക്ക് അതിനെ പ്രോത്സാഹിപ്പിക്കാനോ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ ആളുകളും മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത്. തീർച്ചയായിട്ടും ദീപകിന്റെ അമ്മയുടെ ആ ഒരു നൊമ്പരം ആ വാർത്തകളിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അത് നമുക്ക്
ഒരിക്കലും നമുക്ക് നമ്മുടെ മനസ്സിൽ നിന്ന് മായില്ല. കാരണം നമ്മളെല്ലാവരും കൂടിയാണ് അദ്ദേഹത്തെ ആത്മഹത്യയിലേക്ക് നമ്മൾ നയിച്ചത്. അതുകൊണ്ട് തന്നെ ഇനി ആ കുടുംബത്തിന് നീതി വാങ്ങിക്കൊടുക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യമാണ് ഇനി നമ്മുടെ എല്ലാവരുടെയും മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുകയും അതുപോലെ തന്നെ അവളെ കണ്ടു കിട്ടുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആരാണോ നിങ്ങളുടെ മുന്നിൽ അവളെ കാണുന്നത്, അത് നിങ്ങൾ കാണുന്ന ആളുകൾ നിങ്ങൾ അവരെന്ത് ചെയ്യും, പോലീസിൽ അറിയിക്കുകയും ചെയ്യണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. നാളെ നമ്മളും ഇങ്ങനെയുള്ള ഒരു കെണിയിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുൻകൂർ ജാമ്യം എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പായ് ജന്മങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വിഷജന്തുക്കള് നമ്മുടെ മുന്നിലേക്കും കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മളും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ ഭാവി, നമ്മളുടെ ആരോഗ്യം, അതെല്ലാം നമ്മൾ തന്നെയാണ് സംരക്ഷിക്കേണ്ടത്. ഇപ്പം നമ്മളെ അടുത്തേക്കും ഇതുപോലെയുള്ള സംഭവങ്ങൾ നാളെ വന്നേക്കില്ല എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അപ്പോൾ തന്നെ നമ്മൾ ഇതിനെയെല്ലാം പ്രതികരിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഭാഗത്തെ അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കണം എന്നതാണ് ഈ അവസരത്തിൽ വീണ്ടും ഓർമ്മപ്പെടുത്താനുള്ളത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.